അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ജീവിക്കുന്നത് ഒരു കച്ചവട വൽകൃത യുഗത്തിലാണ്. ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് കച്ചവടമാണ്, കച്ചവട മേഖലയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിക്കുന്നത് കച്ചവടക്കാരാണ്. അവരെന്ത് തിന്നണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ചിന്തിക്കണം, അങ്ങനെ എന്തു വാഹനം ഉപയോഗിക്കണം, ഏത് രാഷ്ട്രീയം തീരുമാനിക്കണം, എല്ലാം കച്ചവടക്കാർ തീരുമാനിക്കുന്ന ഒരു കാലമാണ് നാം ജീവിക്കുന്നത്. സത്യത്തിൽ ഇതാരാ തീരുമാനിക്കേണ്ടത്? ഒരു സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത് ആരായിരുന്നു? ആ സമൂഹത്തിലെ പണ്ഡിതരായിരിക്കണം, അറിവുടയവരായിരിക്കണം. അതെന്തിനാ? മനുഷ്യ സമൂഹം സ്വസ്ഥതയിലായിത്തീരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അറിവുടയവർ ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സമൂഹം സ്വസ്ഥതയിലും ശാന്തതയിലും സമാധാനത്തിലായിരിക്കും. ഇസ്ലാം മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു. ഖുർആൻ അതിൻ്റെ ആധാരമാണ്. ഖുർആൻ അവതീർണമായ മാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഖുർആൻ അവതീർണമായ മാസത്തിലാണ്, അതായത് ഷഹ്റു റമദാനിലാണ്. റമദാൻ അറിവിൻ്റെ മാസമാണ്. അറിവാണ് മനുഷ്യൻ്റെ അഴക്. അറിവാണ് മനുഷ്യനെ വഴി നടത്തേണ്ടത്. അറിവിൽ നിന്നാണ് മനുഷ്യനിൽ സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പം റമദാൻ ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന മാസമാണ്. എന്ന് വെച്ചാൽ, നാം ഇവിടെ ജനിച്ചിരിക്കുന്നു, നമ്മളിനി ജീവിക്കണം. ഈ ജീവിതം മറ്റൊരു ജീവിതത്തിലേക്കുള്ള സ്വരുക്കൂട്ടലാണ്. നാം ഇവിടെ ജനിച്ചിരിക്കുന്നു, ഇനി നമ്മൾ ജീവിക്കണം, മറ്റൊരു ജീവിതത്തിലേക്കുള്ള സ്വരുക്കൂട്ടൽ. അതാണ് ഈ ജീവിതം. റമദാൻ്റെ പ്രത്യേകതയോ ഒരു വലിയ പരിശീലന കളരിയാണ്. റമദാൻ മനുഷ്യനെ സ്വയത്തെ നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കുന്നു. എല്ലാ കലഹങ്ങളും, എല്ലാ സംഘടനകളും, എല്ലാ വാക്പോരുകളും അല്ലാത്ത പോരുകളും ഉടലെടുക്കുന്നത് ഈ സ്വയനിയന്ത്രണത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ്. അതൊരർത്ഥത്തിൽ മാനസിക പക്വതക്കുറവിൻ്റെ അടയാളമാണ്, മാനസിക വൈകല്യത്തിൻ്റെ കൂടി അടയാളമാണ്. റമദാൻ മനുഷ്യനെ തൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ, വികാരങ്ങളെ, വൈകാരികതകളെ നിയന്ത്രിക്കാൻ, കോപത്തെ നിയന്ത്രിക്കാൻ, താല്പര്യങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കുന്നു. പക്ഷെ അത്തരമൊരു നോമ്പിലേക്ക് നമ്മുടെ വ്രതകാലം എത്തിപ്പെടണമെങ്കിൽ അവിടെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നോമ്പിൻ്റെ ലക്ഷ്യം അറിയുക എന്നത് തന്നെയാണ്. നോമ്പിൻ്റെ ലക്ഷ്യം അറിയുക എന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കച്ചവടവൽകൃത യുഗമാണ്. നോമ്പുകാലം എന്നുള്ളത് വിവിധങ്ങളായ ഭക്ഷണ വിഭവങ്ങളുടെ കാലമായി, അല്ലേ? പുതിയ കാലത്തെ കുറച്ച് കാലങ്ങളായി നമ്മുടെ നോമ്പ് കാലം എന്നുള്ളത് ഭക്ഷണ വിഭവങ്ങളുടെ, അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ആഹാര വൈവിധ്യങ്ങളുടെ കാലമായി മാറിയിട്ടുണ്ട്. റമദാനിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ചർച്ച എന്താണ്? സോഷ്യൽ മീഡിയയിലായാലും നാട്ടും പുറങ്ങളിലെ സാധാരണ ചർച്ചയിലായാലും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? വിഭവങ്ങളാണ്. ആത്മീയോത്കർഷത്തിൻ്റെ പുണ്യപ്രയാണം നടത്തേണ്ട വിശ്വാസി ഭക്ഷണ വൈവിധ്യങ്ങളുടെ പേരും പെരുമയിലേക്ക് തരംതാണു പോയിട്ടുണ്ടെങ്കിൽ, പകൽ നേരം മുഴുപ്പട്ടിണിയിലും രാത്രി അരപ്പട്ടിണിയിലും കഴിഞ്ഞുകൂടേണ്ട കാലം പകൽ നേരം കറക്റ്റാണ്. രാവിരുളാൻ തുടങ്ങിയാൽ പുലരുവോളം അറിഞ്ഞോ അറിയാതെയോ വ്യത്യസ്തങ്ങളായ ഭക്ഷണ രുചികളുടെ അടിമയായി നമ്മൾ തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അനുസരണയുടെ ഏറ്റവും നല്ല പാഠമാണ് റമദാൻ. ഉടമയോട് അടിമയുടെ അനുസരണയുടെ, അതായത് സൃഷ്ടാവിനോട് സൃഷ്ടി കാണിക്കുന്ന അനുസരണയുടെ ഏറ്റവും നല്ല പരിശീലനമാണല്ലോ റമദാൻ. പക്ഷേ അനുസരണാശീലം ഒരാളിൽ ഉണ്ടാവണമെങ്കിൽ
വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളാവാൻ പാടില്ലല്ലോ. മനുഷ്യനിൽ അനുസരണക്കേട് സംഭവിച്ചു തുടങ്ങുന്നത് എപ്പോഴാ? വയറ് നിറയെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴാണ്. മനുഷ്യൻ ശാരീരിക രോഗത്തോടൊപ്പം മാനസിക വൈകല്യമുള്ളവനായി തീരുന്നത് എപ്പോഴാ? വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പം റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ താല്പര്യമായ രുചികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ റമദാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുന്നു. അതൊരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 10-30 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതകാലത്ത് ഇഷ്ടപ്പെട്ട രുചി വീട്ടിലുണ്ടായിട്ടും അത് വേണ്ടാന്ന് സ്വയം വെക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഉൾക്കരുത്ത് തന്നെയാണ്. ആരും ചോദ്യം ചെയ്യത്തൊന്നുമില്ല. എന്നാലും നമ്മൾ രാത്രി നേരത്ത് നവൈത്തു സോമഗദിൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ കരുത്തിൽ മണിക്കൂറുകളോളം ഭക്ഷണപാനീയങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്നു എന്നത് നമ്മുടെ മാനസിക കരുത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കരുത്തന്നെയാണ് ഇതിലെ ഒരു പരിശീലനം. രുചികൾക്കടിമയാകുമ്പോഴാണ് മനുഷ്യൻ പരാജിതനാവുന്നത്. മനുഷ്യൻ്റെ പരാജയം തുടങ്ങുന്നത് അവിടെയാണല്ലോ. നാം രുചികൾക്ക് അടിമയാകുമ്പോഴാണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. വ്യാപാരം നല്ലതാണ്, ബിസിനസ് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ ഇന്ന് മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ടൗൺഷിപ്പുകളിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തുറക്കപ്പെടുന്ന സ്ഥാപനം ഏതാണ്? ഹോട്ടലുകളാണ്. പഴയകാലത്ത് നമ്മൾ വഴിയാത്രക്കാർ എവിടെയെങ്കിലും ദാഹിച്ചാലോ വിശപ്പിനോ ഒരു സ്വസ്ഥമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇടമായിരുന്നു ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അല്ലേ? ഇന്നിപ്പോൾ എന്തായി? ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഒറ്റക്കും സുഹൃത്തുക്കൾ മുഖാന്തരവും ഫാമിലി സഹിതവും ടൗണുകളിലേക്ക് വരികയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ്റെ ഭൂമി ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുതിയ കാലത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കച്ചവടക്കാരാണ്. അപ്പം നീ കടം കയറിയാലും ഇത്രയും വലുപ്പത്തിൽ വീടെടുക്കണമെന്ന് നമ്മെ തോന്നിപ്പിച്ചത് ആരാണ്? കടം കയറി ടെൻഷൻ അടിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കടം കയറി ഇങ്ങനെ ടെൻഷൻ അടിച്ച് കൊല്ലങ്ങളോളം ജീവിതത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തിയിരിക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കോ? ഇല്ല. പക്ഷെ വലിയ വീട് വെക്കണമെന്നും വില കൂടിയ ടൈലും മാർബിളും ഗ്രാനൈറ്റും മറ്റ് മോഡിഫിക്കേഷനും ചുമരിന് മോൾ ചുമരും, അല്ലേ? നമ്മളെ പുതിയ വീടിൻ്റെ രീതി അങ്ങനെയല്ലേ, ചുമരിന് മേൽ ചുമര്, സീലിങ്ങിന് മേൽ സീലിംഗ്. അപ്പം ആ ഒരു പൈസ എത്ര ചെലവഴിച്ചാലും തരക്കേടില്ല എന്ന തോന്നൽ. പക്ഷെ വീട് അടിസ്ഥാന ആവശ്യമാണ്. ഈ തോന്നൽ ആരാ സൃഷ്ടിച്ചത്? അത് ഇലാഹി ബോധത്തിൽ നിന്നാണോ അതല്ല മറ്റെന്തെങ്കിലും പ്രേരണയിൽ നിന്നാണോ? ശരീരം മറക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാനുമാണ് വസ്ത്രം അണിയുന്നത്. പക്ഷെ ഇന്ന് വസ്ത്രം എന്തിൻ്റെ ഭാഗമായി മാറി? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് വസ്ത്രത്തിൻ്റെ വിലയിലേക്ക് നമ്മൾ നോക്കാറില്ല. അത് എത്രമേൽ മറ്റുള്ളവരെ ആകർഷിക്കുമെന്നതാണ് നമ്മുടെ ചിന്ത, അല്ലേ? പുതിയ സമൂഹം വസ്ത്രം ധരിക്കുന്നതിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത് എത്രമേൽ അട്രാക്റ്റീവാണ്, എത്രമേൽ മറ്റുള്ളവർ അഭിപ്രായം പറയും. അപ്പം നമ്മുടെ താല്പര്യങ്ങൾക്ക് മേൽ കച്ചവടത്തെ നിയന്ത്രിക്കുന്ന ഒരു സമൂഹം കൈകാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പം ഇച്ഛകളെ നിയന്ത്രിക്കാനും രുചികൾക്ക് മേൽ സ്വയം നിയന്ത്രണം പഠിക്കുകയും ചെയ്യുന്ന ഒരു മാസം എന്ന നിലയിൽ നാം നമ്മെ രുചികളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നിയന്ത്രിക്കുന്ന, അതായത് സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു സമൂഹമായി പരിവർത്തിപ്പിക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമ്മളിലേക്ക് അനുഗ്രഹിച്ച് തന്നൊരു മാസമാണ് റമദാനു ഷരീഫ് എന്നുള്ളത്. ആ നിലക്കും ഇത് ഉമ്മത്തിൻ്റെ മാസമാണ്. അതായത് പ്രലോഭനങ്ങളിൽ പെട്ടുപോവാതിരിക്കാൻ മനുഷ്യൻ പരിശീലിക്കുന്നത് റമദാനിലാണ്. ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പ്രലോഭനങ്ങളിൽ പെട്ടുപോവാതിരിക്കാൻ റമദാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ആവണം നമ്മുടെ നോമ്പ്, അങ്ങനെ ആവട്ടെ ഈ പ്രാവശ്യത്തെ റമദാനു ഷരീഫ്. അങ്ങനെയൊരു പ്രലോഭനങ്ങളുടെ പരാജയത്തിൻ്റെ വഴികളിൽ നിന്ന് വഴിമാറി നടക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.